ഇമെയിൽ മാർക്കറ്റിംഗ് യൂസ് ചെയ്ത് എങ്ങനെയാണ് ബിസിനസ് പ്രൊമോട്ട് ചെയ്യുക? വെൽക്കം ടു അൺലേൺ അക്കാദമി പവർഡ് ബൈ സൗമ്യ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിനെ കുറിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. ഇമെയിൽ മാർക്കറ്റ് വഴി നമുക്ക് എങ്ങനെ ബിസിനസിനെ മാർക്കറ്റ് ചെയ്യാം എന്നാണ് ഈ എപ്പിസോഡിൽ നമ്മൾ നോക്കുന്നത്. ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന വേർഡ് നമുക്കിടയിൽ അത്ര ഫെമിലിയർ അല്ലെങ്കിലും ഇത്തരം മെയിലുകൾ ദിവസേന നമുക്ക് ലഭിക്കുന്നുണ്ട്. ചിലപ്പോൾ പ്രോഡക്ട്സ് ആകാം, അല്ലെങ്കിൽ സർവീസസ് ആകാം, ബാങ്കിങ് പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഈ രീതിയിൽ പ്രോഡക്ട്സ് ആൻഡ് സർവീസസിനെ മാർക്കറ്റ് ചെയ്യുന്നതിനാണ് ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇത്തരം മാർക്കറ്റിംഗിലൂടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉള്ള ബിസിനസ് റിലേഷൻ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇമെയിൽ മാർക്കറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് മാത്രമല്ല, അതോടൊപ്പം സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് ആൻഡ് സർവീസ് എത്തിക്കാനും പറ്റുകയും ചെയ്യും. ഇനി ഇമെയിൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് അവൈലബിൾ ഉള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ട് ഒന്നാണ് മെയിൽചിപ്പ്. ബിസിനസ്സിനായി ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാനും സെൻഡ് ചെയ്യാനും അതുപോലെ ഇമെയിൽ ക്യാമ്പയിൻ അനാലിസിസ് നടത്താനും ബെറ്റർ ടൂളാണ് മെയിൽചിപ്പ്. അടുത്ത ടൂളാണ് ആക്റ്റീവ് ക്യാമ്പയിൻ. ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള പവർഫുൾ മാർക്കറ്റിംഗ് ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോമാണ് ആക്റ്റീവ് ക്യാമ്പയിൻ. മറ്റുള്ള സോഫ്റ്റ്വെയറിൽ നിന്ന് ആക്റ്റീവ് ക്യാമ്പയിൻ ഡിഫറെന്റ് ആകുന്നത് ഇതിലെ ഓട്ടോമാറ്റിക് സിസ്റ്റം തന്നെയാണ്. കമ്പനിയുടെ CRM സോഫ്റ്റ്വെയറായി ഓട്ടോമേഷൻ ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ടാർഗറ്റഡ് ഗ്രൂപ്പ്സിലേക്ക് നീഡഡ് മെയിലോ ക്യാമ്പയിൻസ് ഷെയർ ചെയ്യാൻ സാധിക്കും. ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള മറ്റൊരു ഇമെയിൽ മാർക്കറ്റിംഗ് ടൂളാണ് കോൺസ്റ്റന്റ് കോൺടാക്ട്. മുൻപ് പറഞ്ഞ പോലെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യാനും സെൻഡ് ചെയ്യാനും അനാലിസിസ് ചെയ്യാനും പോലെ ഇമെയിൽ ട്രാക്ക് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഹബ്സ്പോട്ട്. മാർക്കറ്റിംഗ്, സെയിൽസ് ആൻഡ് കസ്റ്റമർ സർവീസ് ടൂൾസ് എല്ലാം ചേർന്നൊരു കോംപ്രഹെൻസീവ് സ്യൂട്ട് ആണ് ഹബ്സ്പോട്ട്. സോ ഇതുപോലെ കുറേ ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൽചിപ്പ് നമുക്ക് അടുത്ത എപ്പിസോഡ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. Till then, stay tuned.